ആദ്യം ഒരു സ്ക്വയർ ഷീറ്റ് പേപ്പർ എടുക്കുക. സ്ക്വയർ ഷീറ്റാണെന്ന് നോക്കാൻ ഇങ്ങനെ ഒരു ഭാഗം മടക്കി ബാക്കി ഭാഗം കട്ട് ചെയ്യും. ഒരു ഭാഗം വലിയ സ്ക്വയർ ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളതിന് 4ആയിട്ട് മടക്കണം. ഇങ്ങനെ ഒരു മടക്കുക, രണ്ടാമത് ഇങ്ങനെ ഒരു മടക്കുണ്ട്, മൂന്നാമത് ഇങ്ങനൊരു മടക്ക്, നാലാമത് ഇങ്ങനൊരു മടക്ക്. 4 സൈഡും ഒന്ന് മടക്കി കൊടുക്കുക. എല്ലാ ഭാഗവും മടക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ പൂർത്ത ഭാഗം ഒന്ന് മടക്കുക. എന്നിട്ട് മറുവശവും അതേപോലെ നമ്മളതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ 4 ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളതിനെ ഇങ്ങനെ മടക്കി കൊടുക്കുക. വീണ്ടും ഇങ്ങനെ മടക്കി കൊടുക്കുക. അടുത്ത് ഇങ്ങനെ മടക്കി കൊടുക്കുക. അടുത്ത് വീണ്ടും ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അതിലിങ്ങനെ മടക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഒന്നകത്തോട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ മടക്കിയിട്ട് അകത്തോട്ടാക്കി കൊടുക്കണം. അകത്തോട്ട് ആക്കി കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും അതേപോലെ ഒന്ന് മടക്കിയിട്ട് അകത്തോട്ട് ആക്കി കൊടുക്കണം. ഈ സൈഡും അതേപോലെ മടക്കിയെടുക്കുക. സൈഡും അതേപോലെ മടക്കി അകത്തോട്ട് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം കൂടെ മടക്കാനുണ്ട്. എല്ലാ ഭാഗങ്ങളും മടക്കി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു വിടർന്ന് കുട പോലെ ഇരിക്കും. അതിന് മുകൾ വശം അല്പം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അല്പം കട്ട് ചെയ്താൽ മതി. അല്പം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാവാടയാണ്. അതിന് നമുക്കൊരു ബ്ലൗസ് തുന്നി കൊടുക്കാം. പിന്നെ ഇതുപോലെ ഒരു പർപ്പിൾ കളറാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഒന്ന് സ്ക്വയറാക്കാം. ഞാനൊരു സ്ക്വയറാക്കിയിട്ടുണ്ട്. ബാക്കി ഭാഗം കട്ട് ചെയ്ത് പിന്നെ നമ്മൾ ഇതിനെ അതേപോലെ തന്നെ 4 മടക്കണ്ട, 2 മടക്കിയാൽ മതി. ആദ്യം മടക്കിയതുപോലെ 2 മടക്കിയിട്ട് ഇങ്ങനെ മടക്കരുത്, തിരിച്ച് വേണം മടക്കാൻ. തിരിച്ച് ഇങ്ങനെ മടക്കണം. മോശം കോർത്ത് വരണം. തിരിച്ച് ഇങ്ങനെ മടക്കണം. ഈ സൈഡും ഇതുപോലെ മടക്കി കൊടുക്കണം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് പുറത്തോട്ട് മടക്കി കൊടുക്കാം. ഈ സൈഡ് ഒന്ന് പുറത്തോട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് വിടർത്തി മുകളിലോട്ട് വെച്ച് കൊടുക്കുക. നമ്മളൊരു ഉടുപ്പിൻ്റെ കൈയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മളിതിനെ ഇതിൻ്റെ മുകൾ വശത്ത് ഇൻസർട്ട് ചെയ്ത് എടുക്കണേ. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കറുത്ത ബെൽറ്റ് ഇതിൻ്റെ പുറത്തൂടെ വെച്ച് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഒരു കറുത്ത ബെൽറ്റ് എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വെച്ച് ചേർച്ച് ഒട്ടിച്ചു കൊടുക്കാം. കാറ്റുള്ളതുകൊണ്ട് എളുപ്പം ഉണങ്ങിപ്പോകുന്നതാണ്. ഇനി ഇതിനെ ഒന്ന് കെട്ടിക്കൊടുക്കാം.